ഓസ്ട്രേലിയയുടെ ചിഹ്നമായ കങ്കാരുവിനെ കുറിച്ച് അധികമാരും കേൾക്കാനിടയില്ലാത്ത ചില രസകരമായ കാര്യങ്ങൾ കേട്ടാലോ? കങ്കാരുവിന് പിന്നോട്ട് നടക്കാൻ പറ്റില്ല. അവരുടെ നീലൻ കാലുകളും ആ വലിയ വാലും പിന്നോട്ടുള്ള ചലനം തടയുന്നു. പിന്നോട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരെ സിംബൽ ഓഫ് മൂവിംഗ് ഫോർവേഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അമ്മ കങ്കാരുവിന് കുറച്ച് ദിവസത്തേക്ക് പ്രഗ്നൻസി പോസ്റ്റ് ചെയ്യാൻ കഴിയും. ഓൾറെഡി അമ്മ കങ്കാരുവിന്റെ സഞ്ചിയിൽ അഥവാ പൗച്ചിൽ കുട്ടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായാൽ ഭക്ഷണം കുറയുമ്പോൾ അമ്മ കങ്കാരുവിന് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് നിർത്തിവെക്കാൻ സാധിക്കും. ഇതിനെ എംബ്രിയോണിക് ഡയാബിസ് എന്ന് പറയുന്നു. ജെല്ലി ബീന്റെ വലിപ്പമേ ഉള്ളൂ ജോയിക്ക്. ബേബി കങ്കാരുവിനെയാണ് ജോയി എന്ന് പറയുന്നത്. ജനിക്കുമ്പോൾ 1 ഗ്രാമിന് താഴെ മാത്രം ഭാരമുള്ള അവർ അമ്മയുടെ പൗച്ചിൽ സുരക്ഷിതരായി കഴിയുന്നു. മികച്ച ചാട്ടക്കാരാണവർ. അവരുടെ പവർഫുൾ ആയിട്ടുള്ള കാലുകൾ 3 മീറ്റർ ഉയരത്തിലും 8 മീറ്റർ ദൂരത്തിലും ചാടാൻ അവരെ സഹായിക്കുന്നു. They are natural boxers. ആൺ കങ്കാരുകൾക്ക് വളരെ സ്മാർട്ടായ ഫൈറ്റിംഗ് മൂവ്സ് അറിയാവുന്നവരാണ്. അതായത് അവർക്ക് മുന്നിലെ കൈകൊണ്ട് പിടിച്ച് പിന്നിലെ കാലുകൊണ്ട് ചവിട്ടി വാലുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. കരയിലും വെള്ളത്തിലും 2 രീതിയിൽ നടക്കുന്നു. കരയിൽ നടക്കുമ്പോൾ പിന്നിലെ 2 കാലുകളും ഒരുമിച്ചാണ് ചലിക്കുന്നത്. അതുകൊണ്ട് അവർ ചാടി നടക്കുന്നു. പക്ഷെ വെള്ളത്തിൽ ഓരോ കാലും വേർതിരിച്ച് നീക്കി നടക്കാൻ അവർക്ക് കഴിയുന്നു.